കോട്ടയം പാല മുത്തോലിയിൽ കണ്ടെയ്നർ ലോറി ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. നിയന്ത്രണം നഷ്ടമായ കണ്ടെയ്നർ ലോറി ബസ് സ്റ്റോപ്പിൽ ഇടിച്ചു കയറുകയായിരുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലും മറ്റൊരു ലോറിയിലും വാഹനം ഇടിച്ചു. ആർക്കും പരിക്കില്ല. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. മധു, ഈ മുത്തോലി എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ കവലയാണ്. അതിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ ദുരന്തം തന്നെ വഴിമാറിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യം വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് ഇടിക്കുന്നത്. അതിനുശേഷം നേരെ ഈ കണ്ടെയ്നർ ലോറി ഈ ഇടിച്ചു കയറി, അതായത് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുന്നു. അതിനുശേഷം ഈ റോഡിനെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയ ബസ് സ്റ്റോപ്പിന്റെ മറുവശത്തുള്ള റോഡ് ക്രോസ് ചെയ്തു പോയ ശേഷമാണ് ഈ ലോറിയിലേക്ക് ഇടിക്കുന്നത്. അത് ഈ ഒരു ബൈക്ക് മറ്റേതുമൊക്കെ കയറിക്കൊണ്ടുവന്ന ലോറിയാണ്, അതിലേക്ക് ഇടിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നാലെ മറ്റൊരു മതിലിലേക്ക് ഇടിച്ച് കയറി നിന്ന ശേഷം ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്നും കണ്ടെയ്നർ വിട്ടുമാറുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ആർക്കും പരിക്കുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ സമയത്ത് മറ്റ് റോഡ് മുറിച്ച് കിടക്കുന്ന വാഹനങ്ങളിലേക്കോ അല്ലെങ്കിൽ ബൈക്കോ അത്തരത്തിലുള്ള വാഹനങ്ങൾ തട്ടുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മറ്റ് അപകടം ഉണ്ടായിരുന്നില്ല. ഈ കാറിലായാലും ബസ് സ്റ്റോപ്പിലായാലും ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ദുരന്തം തന്നെ ഒഴിവായി മാറി എന്ന് പറയേണ്ടി വരും. ഈ നിയന്ത്രണ നഷ്ടം, അതായത് കണ്ടെയ്നർ ലോറി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറുടെ നിയന്ത്രണ നഷ്ടമായതാണ് അപകടത്തിന് കാരണമായെന്ന് പറയുന്നത്. അത്ര അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് നിലവിൽ പോലീസിന് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചതിൽ കൃത്യമായ ഒരു വ്യക്തത പോലീസിനും ഇതുവരെ ലഭിച്ചിട്ടില്ല. റോഡിന്റെ മറുവശത്തുള്ള കടയിലേക്ക് ഇടിച്ചു കയറി തിരികെ ഇപ്പുറത്തേക്ക് വന്ന് ആ ലോറിയിൽ കൂടി ഇടിച്ചാണ് ആ വാഹനം നിന്നത്. വലിയ വേഗതയിലല്ല, അഖിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വേഗതയിലല്ല, പക്ഷേ വാഹനം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.